ാണ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് വേവലാതി എന്നുള്ളത്. മാർക്സിസ്റ്റ് പാർട്ടിക്ക് യാതൊരു വേവലാതിയില്ല. ഒരു വേവലാതിയും മുസ്ലിം ലീഗും SDPIയും കൂടിയിട്ട് ഒരു പരസ്യ രാഷ്ട്രീയ മുന്നണി ഉണ്ടാക്കുന്നതിൽ യാതൊരു വേവലാതി ഞങ്ങൾക്കില്ല. ഫൈസി സാഹിബ് പറഞ്ഞതുപോലെ അത് പരസ്യമായിട്ട് അവർ പറയണമെന്ന് മാത്രം. എന്തിനാണ് മുസ്ലിം ലീഗിൻ്റെ ഈ കാപട്യം എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. രണ്ടാമത്തെ പോയിൻ്റ്, എൻ്റെ സുഹൃത്ത് മുസ്ലിം ലീഗിൻ്റെ നേതാവ് പറഞ്ഞു അവരൊരു മതേതര പാർട്ടിയാണ് എന്നുള്ളത്. അപ്പോൾ ഞാൻ അദ്ദേഹമായിട്ട് ചെറിയ ഒരു സ്നേഹപൂർവ്വമായിട്ടുള്ള തർക്കത്തിൽ തന്നെ ഇടപെടുകയാണ്. എന്താണ് ഈ മതേതരത്വം? മലയാളത്തിൽ സമാസം വ്യാഖ്യാനിച്ചാൽ ഏതൊന്നാണോ മതത്തിൽ നിന്ന് ഇതരമായി നിലകൊള്ളുന്ന അവസ്ഥ, അതിനെയാണ് മത ഇതരത്വം എന്ന് വിളിക്കുന്നത്. മുസ്ലിം ലീഗ് മതത്തിൽ നിന്ന് ഇതരമായിട്ടുള്ളൊരു രാഷ്ട്രീയ പാർട്ടിയാണോ? മുസ്ലിം ലീഗ് മതത്തിൻ്റെ അധിഷ്ഠിതമായി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ്. നിങ്ങൾ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുക, എന്നിട്ട് മത ഇതരത്വം എന്ന് പറയുക. മത ഇതരത്വം എന്ന് പറഞ്ഞാൽ എന്തൊന്നാണോ മതത്തിൽ നിന്ന് സമ്പൂർണ്ണമായി ഇതരമായി നിലകൊള്ളുന്നത് അതിനെയാണ് മത ഇതരത്വം എന്ന് പറയുക. അതുകൊണ്ട് ദയവായി ഒരു മതത്തിൻ്റെ വിശുദ്ധമായിട്ടുള്ള മതമാണ് ഇസ്ലാം മതം. ആ വിശുദ്ധമായിട്ടുള്ള ഇസ്ലാം മതത്തെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പേരിൻ്റെ കൂടെ ചേർത്ത് വെച്ചിട്ട് ഞങ്ങൾ ഇതരമാണ് മതത്തിൽ നിന്ന് എന്ന് പറയുന്നത് ദയവായിട്ട് നിങ്ങൾ നിർത്തുക. നിങ്ങൾക്കതിന് സ്വാതന്ത്ര്യമുണ്ട്, പക്ഷേ ദയവായിട്ട് മത ഇതരത്വം എന്ന് നിങ്ങൾ പറയരുത്. ഇതാണ് എൻ്റെ രണ്ടാമത്തെ പോയിൻ്റ്. മൂന്നാമത്തെ കാര്യം എന്തുകൊണ്ടാണ് നിങ്ങൾ ഇമാതിരി മതവർഗീയതയെ ഇതിലേക്ക് വലിച്ചഴിക്കരുത് എന്ന് പറയുന്നത്? ഇന്ത്യയിലെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താ? സൂചിമുന പോലെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രധാനമായിട്ടുള്ള ലക്ഷ്യം നമ്മുടെ രാജ്യത്ത് അധികാരത്തിലിരിക്കുന്ന സംഘപരിവാർ ഗവൺമെൻറ്റിനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കുക. ആ സംഘപരിവാർ ഗവൺമെൻറ്റിനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കി അതിന് പകരം മതനിരപേക്ഷതയുടെ അടിസ്ഥാനത്തിലുള്ളതും മനുഷ്യരുടെ ജീവിത അജണ്ടയിൽ ഉൾപ്പെടുന്നതുമായ ഒരു ബദൽ ഗവൺമെൻറ് ഇന്ത്യയിൽ ഉണ്ടാവണം. അതാണ് സൂചിമുന പോലെ ഉള്ള ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ആ ലക്ഷ്യത്തിന് ഇത്തരത്തിലുള്ള വർഗീയ അജണ്ടകളുമായി നടക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുമായിട്ട് ഉണ്ടാക്കുന്ന ബന്ധം സഹായകമാവുമോ എന്നുള്ളത് ചർച്ച ചെയ്യണം. ഏറ്റവും പ്രധാനം ഈ വർഗീയത എന്ന് പറഞ്ഞാൽ ഒന്നും മാത്രമല്ല, ദേ ആർ ഫീഡിങ് ഈച്ച് അതർ. എല്ലാ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതും അവർ പരസ്പരം വർഗീയത ശക്തിപ്പെടുത്താനാണ് നോക്കുന്നത്, ഫീഡിങ് ഈച്ച് അതർ. അതുകൊണ്ട് ഇവിടെ എൻ്റെ ബഹുമാനായിട്ടുള്ള രണ്ട് സുഹൃത്തുക്കളോട് ഞാൻ പറയുന്നത്, ഇസ്ലാമിക വർഗീയത ശക്തിപ്പെട്ടിട്ട് ഇന്ത്യ അടുത്ത നൂറ്റാണ്ടിൽ ഒരു ഇസ്ലാമിക രാഷ്ട്രമാവും എന്നുള്ള യാതൊരു ഭയപ്പാടും ഞങ്ങൾക്കില്ല. പക്ഷേ നിങ്ങൾ ഇസ്ലാമിക വർഗീയതയുടെ കരിന്തിരിക്ക് തീ കൊടുക്കുമ്പോൾ ഭൂരിപക്ഷ വർഗീയതയുടെ ഫാസിസ്റ്റ് വർഗീയതയുടെ 7 നിലയുള്ള ഗുണ്ടാണ് ഇവിടെ പൊട്ടുക എന്നുള്ളത് നിങ്ങൾ ഓർക്കണം. അതുകൊണ്ട് ഇസ്ലാമിക വർഗീയതയുടെ കരിന്തിരിക്ക് തീ കൊടുക്കരുത്. ഇസ്ലാമിക വർഗീയതയുടെ കരിന്തിരിക്ക് തീ കൊടുത്താൽ ഭൂരിപക്ഷ വർഗീയതയുടെ 7 നിലയുള്ള അമിട്ട് കയറി പൊട്ടും. അതില്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. മതവർഗീയത്തിൽ നിന്നും സമ്പൂർണ്ണമായി മതനിരപേക്ഷമായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനം കൊണ്ടാണ് ഈ സംഘപരിവാർ ഭീഷണിയെ ഈ തെരഞ്ഞെടുപ്പിൽ നേരിടേണ്ടത്. അതിന് സഹായകമല്ല മുസ്ലിം ലീഗിൻ്റെ നിലപാട്. അതിന് സഹായകമല്ല മുസ്ലിം ലീഗും SDPIയും കൂടി ഉണ്ടാക്കുന്ന ഈ രാഷ്ട്രീയ ബാന്ധവം. അത് മറ്റുള്ളവർ അത് ചൂണ്ടിക്കാട്ടിയിട്ടാണ് ഇപ്പുറത്ത് വർഗീയത ഉണ്ടാക്കുന്നത്.